അൻവറിനെ എടുത്ത് കോൺഗ്രസ് വേണ്ടാത്തെടുത്ത് വെക്കുമോ? ഇനിയും ഒരു 1.5 കൊല്ലം കഴിഞ്ഞാൽ തൻ്റെ രാഷ്ട്രീയ ജീവിതം എന്നേക്കുമായി കൂമ്പടയുമെന്നും നിലമ്പൂർ MLA സ്ഥാനം പോയി കഴിഞ്ഞാൽ വീടിന് പുറത്തിറങ്ങുവാൻ കഴിയില്ലെന്നും വീണ്ടും പഴയ പണിയുമായി ആഫ്രിക്കയിലേക്ക് പോകേണ്ടി വരുമെന്നും മനസ്സിലാക്കി PV അൻവർ MLA എങ്ങനെയെങ്കിലും കോൺഗ്രസിൽ തിരികെ ചേക്കേറുവാൻ കിണഞ്ഞു പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ITV ന്യൂസ് അടക്കമുള്ള ഓൺലൈൻ മാധ്യമങ്ങളെ പൂട്ടിക്കുമെന്ന് വെല്ലുവിളിച്ച് കള്ളക്കേസുമായി ആദ്യം രംഗത്ത് വന്നു. ഒടുവിൽ നാണം കെട്ടു. ADGP MR അജിത് കുമാറിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി രംഗത്ത് വന്നു. അദ്ദേഹത്തിൻ്റെ തൊപ്പി തെറിപ്പിക്കുമെന്ന് വീമ്പിളക്കി. ഇപ്പോൾ അദ്ദേഹം DGP ആകുവാൻ പോകുന്നു. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടു. അതും നടന്നില്ല. തൃശൂർ പൂരം കലക്കിയതിന് പിന്നിൽ ADGP MR അജിത് കുമാറിന് പങ്കുണ്ടെന്നും ആരോപിക്കുകയുണ്ടായി. അതും തെളിയിക്കുവാൻ സാധിച്ചില്ല, പാളിപ്പോയി. ഒടുവിൽ LDF-ൽ നിന്നും തന്നെ പുറത്തായി. തുടർന്ന് UDF-ൽ ചേക്കേറുവാൻ ഒരു ശ്രമം നടത്തിയെങ്കിലും അത് പാളിപ്പോയി. ഒടുവിൽ PV അൻവർ DMK എന്ന പേരിൽ ഒരു വ്യാജ സംഘടന രൂപീകരിച്ചു. ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു രാഷ്ട്രീയ വിലപേശലിന് ശ്രമിച്ചെങ്കിലും VD സതീശൻ അന്ന് ആട്ടിയോടിച്ചു. ഓട്ടോറിക്ഷ ചിഹ്നത്തിൽ മത്സരിച്ച അൻവറിൻ്റെ സ്ഥാനാർത്ഥിക്ക് ഒരു ഓട്ടോയിൽ കൊള്ളുന്ന ആളുകൾ പോലും വോട്ട് ചെയ്തില്ല. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രസക്തി തന്നെ ഇന്ന് നഷ്ടപ്പെട്ടു എന്ന് തെളിയിക്കപ്പെട്ടു. വീണ്ടും നിലവിലെ സാഹചര്യം മുതലെടുത്ത് എങ്ങനെയെങ്കിലും കോൺഗ്രസിൽ നുഴഞ്ഞു കയറാം എന്ന് കരുതി ഇപ്പോൾ ഇതാ വയനാട്ടിലെ ചില പ്രാദേശിക കോൺഗ്രസ് നേതാക്കന്മാരെ പിടിച്ച് വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിൽ 3 ദിവസത്തെ ജാഥ നടത്തുകയാണ്. കോൺഗ്രസിലെ ഒരു മുഖ്യമന്ത്രി കസേര മോഹിയാണ് ഇതിൻ്റെ പിന്നിലും ഓപ്പറേറ്റ് ചെയ്യുന്നത്. UDF ശിഥിലമാണ്, സംഘടന പുനഃസംഘടിപ്പിക്കണം എന്ന് വരുത്തി തീർക്കുന്നതിനുള്ള ഒരു ശ്രമമാണ് ഇതും. ഇപ്പോൾ തന്നെ ആവശ്യത്തിലേറെ തലവേദനകളുള്ള സ്ഥിതിക്ക് UDF വേലിയിൽ കിടക്കുന്ന അൻവറിനെ എടുത്ത് വേണ്ടത്ത സ്ഥാനത്ത് വെക്കുമോ എന്നാണ് ഇന്ന് ITV ന്യൂസ് പരിശോധിക്കുന്നത്. മുൻ അധ്യാപകനും രാഷ്ട്രീയ നിരീക്ഷകനുമായ പ്രൊഫസർ AG ജോർജിന്റെ നിരീക്ഷണം കേട്ടാലും. ഇതിനെക്കുറിച്ച് വളരെ വളച്ചുകെട്ടിയൊന്നും പറയാതെ പച്ചയായ ഭാഷയിൽ പറഞ്ഞാൽ ഈ PV അൻവർ എന്ന് പറയുന്നതായിട്ടുള്ള ഇപ്പോഴത്തെ MLA-യുടെ രാഷ്ട്രീയ ഭാവി ഏതാണ്ട് ഈ വർഷത്തോടുകൂടി അസ്തമിക്കും. ഈ നിയമസഭയുടെ കാലാവധി കഴിയുമ്പോൾ അദ്ദേഹം ഒരു അനാഥമായ ഒരു അവസ്ഥയിൽ എത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കാരണം അദ്ദേഹം ഇപ്പോൾ ആ നിലയില്ലാ കയത്തിൽ കിടന്ന് കൈയും കാലും ഇട്ട് അടിക്കുകയാണ്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി വളരെ ഗുരുതരമാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഒരു വലിയ പിന്തുണയൊന്നും ഉള്ളതായിട്ട് ആരും കാണുന്നില്ല. പിന്തുണയില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വസ്തുതയും. ഒരു ഓട്ടോറിക്ഷായി കയറാനുള്ള ആളുകളൊക്കെ ഉള്ളൂ. അദ്ദേഹം പിന്നെ പാലക്കാട്ടൊക്കെ വലിയ പ്രകടനമൊക്കെ നടത്തിയത് എങ്ങനെയാണെന്നുള്ളത് പൊതുസമൂഹത്തിന് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന് അതുകൊണ്ട് യാതൊരു പിൻബലവും ഇല്ലാത്ത ഒരു രാഷ്ട്രീയ അനാഥനായി ഈ പറയുന്ന ഈ വർഷത്തോടുകൂടി അവസാനിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അദ്ദേഹത്തെ ഒരു കാരണവശാലും UDF ഉൾക്കൊള്ളിക്കുകയില്ല എന്നുള്ളത് ഒരു പ്രവചനം പോലെ പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല. കാരണം അദ്ദേഹം എവിടെ ചെന്നാലും ഒരു ബാധ്യതയാണ് എന്ന കാര്യം ഇതിനോടകം തന്നെ അദ്ദേഹം തെളിയിച്ചു കഴിഞ്ഞു. ഇവിടെ പാലക്കാട് തെരഞ്ഞെടുപ്പ്, ആലത്തൂർ തെരഞ്ഞെടുപ്പ് 2 സന്ദർഭങ്ങളിൽ അദ്ദേഹം എടുത്ത നിലപാട് എന്താണെന്ന് ഇവിടെയുള്ള ജനങ്ങൾക്കറിയാമല്ലോ. അദ്ദേഹം പാലക്കാട് ചെന്നപ്പോൾ പറഞ്ഞു, പാലക്കാട് ഞങ്ങൾ എൻ്റെ ഭാഗത്തുള്ള ആളുകൾ എല്ലാവരും കൂടെ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ചങ്ങ് സഹായിച്ച് വിജയിപ്പിക്കുമെന്ന് പറഞ്ഞു. അതേ നാവ് കൊണ്ട് തന്നെ അദ്ദേഹം ആലത്തൂർ എന്താണ് കാണിച്ചത്? അദ്ദേഹം ഒരു പുതിയ പാർട്ടി എന്നുള്ള പേരിൽ ഒരു സാധനം ഉണ്ടാക്കിയല്ലോ. അത് തന്നെ നിയമത്തിന് വിരുദ്ധമാണ്. അദ്ദേഹം DMK എന്ന ഒരു പേര് സ്വീകരിച്ചത് ആരും ചോദ്യം ചെയ്യാത്തതുകൊണ്ട് തൽക്കാലം അങ്ങനെ നിൽക്കുന്നു. അല്ലെങ്കിൽ ചട്ടപ്രകാരം ആ ദിവസം ഇലക്ഷൻ കമ്മീഷൻ അയാളെ നിരോധിക്കേണ്ടതാണ്. എന്നാൽ അദ്ദേഹം ആലത്തൂരിൽ ചെന്ന് സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്തിയപ്പോഴും വീമ്പിളക്കി എന്താണ്, ഞങ്ങൾ ഭയങ്കരമായി വോട്ട് പിടിക്കും എന്നൊക്കെ പറഞ്ഞ് വീമ്പിളക്കിയപ്പോൾ അവിടെയും അവസരവാദപരമായ ഒരു നിലപാടെടുത്തത് കേരളത്തിലെ പൊതുസമൂഹം കണ്ടതാണ്. ഇങ്ങനെ ഒരാളിനെ ഏത് രാഷ്ട്രീയ മുന്നണിയാണ് സ്വീകരിക്കുക? ഒരു കാര്യം വളരെ വ്യക്തമായി പറയാനായി സാധിക്കും. LDF-നെ സംബന്ധിച്ച് ഇയാളൊരു ബാധ്യതയായി കഴിഞ്ഞു. കാരണം ഇപ്പോൾ ഏറ്റവും അധികം ആക്രമിക്കപ്പെടുന്നത് LDF നേതാക്കളും LDF മുന്നണിയുമാണ്. അതിന് പല കാരണങ്ങളുണ്ട്. അതുകൊണ്ട് LDF-കാരെ തിരിച്ചു സ്വീകരിക്കുമെന്ന് പറയാനാവില്ല. അയാൾ ഒരു കാലത്ത് അറിയാമല്ലോ, അടിയുറച്ച കോൺഗ്രസ്സുകാരനായിരുന്നു. കോൺഗ്രസിൽ നിന്ന് വിട്ടാണല്ലോ LDF-ൽ അഭയം തേടി നിലമ്പൂരിൽ നിന്ന് LDF സ്വതന്ത്രനായി മത്സരിച്ച് നിയമസഭയിലെത്തിയത്. ഇപ്പോൾ LDF-നെ തള്ളി പറഞ്ഞിരിക്കുന്നു. ഏതാണ്ട് LDF അയാളെ ഉപേക്ഷിച്ച മട്ടിലാണ്. ഇനി അയാൾക്കൊരു LDF-ലേക്ക് ഒരു പുനഃപ്രവേശനം സാധ്യമല്ല. ഇപ്പോൾ ഈ ബഹളമൊക്കെ കാണിക്കുന്നതിന്റെ അടിസ്ഥാനപരമായ ലക്ഷ്യം ഒന്ന് മാത്രമേ ഉള്ളൂ,
വരുന്ന 2026 നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF-നോട് ഒട്ടിച്ചേർന്ന് നിന്നുകൊണ്ട് നിലമ്പൂർ സീറ്റിൽ മത്സരിക്കണം. ഇതാണ് അദ്ദേഹത്തിന്റെ പ്രതീക്ഷ. വളരെ ലളിതമാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം. പക്ഷെ ഒരു കാലത്തും അത് സംഭവിക്കാൻ പോകുന്നില്ല എന്ന് ഇപ്പോൾ തന്നെ സുനിൽ എവിടെയെങ്കിലും കുറിച്ചു വെച്ചോളൂ. നമുക്ക് 2026 ഈ വിഷയം വീണ്ടും ചർച്ച ചെയ്യുമ്പോൾ അത് വ്യക്തമാകും. അതുകൊണ്ട് ഈ PV അൻവറിനെ ഒരു കാരണവശാലും ഇപ്പോഴത്തെ സംവിധാനത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും വലതുപക്ഷ ജനാധിപത്യ മുന്നണി UDF LDF-ഉം സ്വീകരിക്കുകയില്ല എന്നതിനെ കുറിച്ച് യാതൊരു സംശയവും വേണ്ട. ഇനി ഏതെങ്കിലും കാരണവശാൽ ഒരു സ്വതന്ത്രനായിട്ടൊക്കെ മത്സരിച്ച് കളയാമെന്നൊക്കെ വിചാരിച്ചാൽ അദ്ദേഹത്തിന് നിലമ്പൂർ പോലും കെട്ടിവെച്ച കാശ് കിട്ടത്തില്ല എന്നുള്ള കാര്യവും യാതൊരു സംശയവുമില്ലാതെ പറയാൻ പ്രയാസമില്ല. അതുകൊണ്ട് ഈ PV അൻവറിന്റെ രാഷ്ട്രീയ ഭാവി അദ്ദേഹം തന്നെ നശിപ്പിച്ചതാണ്, ഇല്ലാതാക്കിയതാണ്. അതിന് UDF ഉത്തരവാദിയല്ല, LDF ഉത്തരവാദിയല്ല. രാഷ്ട്രീയത്തിൽ അടുത്ത വർഷം അദ്ദേഹം അനാഥനായി പോകുന്നതിനും ഈ മുന്നണി ഉത്തരവാദിത്വമല്ല. നമ്മുടെ സംസ്കൃതത്തിൽ ഒരു പദം പറയാറുണ്ട്, സ്വയംകൃത അനർത്ഥം എന്ന് പറയും. അദ്ദേഹം തന്നെ ഉണ്ടാക്കി വെച്ചതായ ഒരു കുഴിയിൽ അദ്ദേഹം തന്നെ വീണ് കഴിഞ്ഞിരിക്കുന്നു. ഇനി അദ്ദേഹത്തിന് DMK എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എവിടെയെങ്കിലുമൊക്കെ അരയിലോ കാലയിലോ ഒക്കെ ഒരു കൊടിയുടെ നിറമുള്ള തുണിയൊക്കെ ചുറ്റി രാഷ്ട്രീയ പ്രവർത്തനം നടത്താനായി സാധ്യമാവുമെന്ന് തോന്നുന്നില്ല. കൂടെ ആളുകളാരുമില്ല, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളില്ല, സാമുദായിക പ്രസ്ഥാനങ്ങളില്ല. ഇതുപോലെ കുറെ അനാഥ പ്രേതങ്ങൾ ഇപ്പോഴും അലഞ്ഞു നടക്കുന്നുണ്ട് ഈ കേരള രാഷ്ട്രീയത്തിൽ. അവരെല്ലാം ഇപ്പോ താമസിയാതെ എങ്ങനെയെങ്കിലുമൊക്കെ UDF-ൽ കയറാനായി ശ്രമം നടക്കുന്നു എന്നാണ് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. പാലക്കാട് പരാജയപ്പെട്ട സ്ഥാനാർത്ഥി കോൺഗ്രസിന്റെ മുൻനിരയിൽ നിന്ന് സാങ്കേതിക വകുപ്പിലൊക്കെ ഉന്നത സ്ഥാനം വഹിച്ച വലിയ ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായിരുന്നല്ലോ അദ്ദേഹം. അല്ലേ ഒരു സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി മറുകണ്ഠം ചാടി അദ്ദേഹം അവിടെയും അനാഥമായി. ഇപ്പോൾ അദ്ദേഹവും തിരിച്ചു വരാൻ സാധ്യതയുണ്ടെന്നൊക്കെയുള്ള പിന്നാമ്പറം വാർത്തകൾ കേൾക്കുന്നു. അതുപോലെ ഒരു രാഷ്ട്രീയ മുന്നണി മാറ്റം തന്നെ മാണി ഗ്രൂപ്പിനെ കൂടായികയില്ല. കാരണം ഈ വർഷം വളരെ നിർണായകമാണ്. ഈ വർഷം ഒടുവിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അത് കഴിഞ്ഞ് 3 മാസം കഴിയുമ്പോൾ 2026 ആദ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള വിജ്ഞാപനവും പുറപ്പെടുവിക്കപ്പെടും. അങ്ങനെ ഈ പറഞ്ഞോണം ഒറ്റയ്ക്കും അല്ലാതെയും ഒക്കെ പല പാർട്ടികളും ഇപ്പോൾ അനാഥമായിട്ട് ഇപ്പോൾ അവിടെ ഇവിടെയൊക്കെ കേൾക്കുന്ന NCP ഏതാണ്ട് നാമാവശേഷമായി കഴിഞ്ഞു, അന്യം നിന്ന് പോയി കഴിഞ്ഞിരിക്കുന്നു. NCPയുടെ അവസ്ഥയും അതിദയനീയമാണ്. അതുകൊണ്ട് NCPയുടെയും ഏതാണ്ട് വംശനാശം സംഭവിക്കാൻ പോവുകയാണ്. അതിൽപ്പെട്ട ചില നേതാക്കന്മാരും UDF-മായി രഹസ്യ ചർച്ചകൾ നടത്തുന്നുണ്ടെന്നാണ് പിന്നാമ്പുറത്ത് കേൾക്കുന്ന വാർത്തകൾ. അവിടെ നിന്നും പോയ ആളുകളെ ഒന്നും ഇനിയും കോൺഗ്രസ് സ്വീകരിക്കും. കാരണം അതിനകത്ത് ഇപ്പോൾ മുൻനിരയിൽ NCPയിൽ നിൽക്കുന്നവരെല്ലാം മുൻ കോൺഗ്രസ്സുകാരായിരുന്നു. അവരൊന്നും ഇനിയും മടങ്ങി വന്നാൽ കോൺഗ്രസ് സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കേണ്ട. അതുകൊണ്ട് NCP ഏതാണ്ട് വംശനാശം ഈ വർഷത്തോടുകൂടി ഇല്ലാതാകും. അതിനേക്കാൾ ദയനീയമായ 2 പാർട്ടികളാണ് ഇപ്പോൾ JDS-ഉം RJD-യും. അവിടെ കിടന്ന് വല്ലാതെ വിഷമിക്കുകയാണ്. JDS ഇപ്പോൾ ആരുടെ കൂടെയാണെന്ന് അവർക്ക് തന്നെ പറയാൻ കഴിയുന്നില്ല. കാരണം കേന്ദ്രത്തിൽ അവർ BJP-യെ പിന്തുണയ്ക്കുന്നു, ദേവഗൌഡയുടെ നേതൃത്വത്തിൽ. അതിന്റെ അംശമാണെന്ന് ഇവർ അവകാശപ്പെടുന്നു. അപ്പോൾ കേന്ദ്രത്തിൽ BJP-യെ പിന്തുണയ്ക്കുന്ന ആളുകൾക്ക് ഇവിടെ വന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ എങ്ങനെ പിന്തുണയ്ക്കാനായി സാധിക്കും? RJD-യുടെ അവസ്ഥയും ദയനീയമാണ്. കാരണം RJD-ക്ക് ഒരു MLA ഉള്ളൂ, അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം കൊടുക്കാതെ ബാക്കി ഒറ്റയാൾ കക്ഷികൾ കേരള കോൺഗ്രസ് B, അതുപോലെ ചില ഞാഞ്ഞൂൽ കക്ഷികളുണ്ടല്ലോ. 11 പാർട്ടികളുണ്ട് സുനിലെ LDF-ൽ ഇപ്പോൾ. ആ പാർട്ടികൾക്ക് തന്നെ അറിഞ്ഞുകൂടാ അവർക്ക് എണ്ണം അവർ തന്നെയാണോ പാർട്ടികളെന്ന്. ഇന്ത്യൻ നാഷണൽ ലീഗ്, ആന്റണി രാജുവിന്റെ ഒരു കേരള കോൺഗ്രസ്, R ബാലകൃഷ്ണയുടെ ഒരു കേരള കോൺഗ്രസ്, പിന്നെ ഇതുപോലെ BJD, അതുപോലെ RJD, അങ്ങനെ JDS, NCP തുടങ്ങിയ 11 കക്ഷികളാണ് ഇപ്പോൾ LDF-ലുള്ളത്. LDF മുന്നണിക്ക് തന്നെ അറിഞ്ഞുകൂടാ ആരൊക്കെയാണ് അവരുടെ മുന്നണിയിലുള്ളത്. ആ അവസ്ഥയിലാണ്. ആകെയുള്ള ഒരു പ്രധാന കക്ഷികൾ ഇപ്പോൾ LDF-ലുള്ളത് CPM-ഉം CPI-യും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പുമാണ്. ബാക്കിയുള്ള 8 കക്ഷികൾ എല്ലാം ഒറ്റയാൾ കക്ഷികളാണ്. ഓട്ടോറിക്ഷയിൽ കയറാൻ പോലുള്ള ആളുകൾ പോലും ഇല്ല. ഇതൊക്കെയാണ് രാഷ്ട്രീയ അവസ്ഥ. അതുകൊണ്ട് PV അൻവറിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി ഏതാണ്ട് 99% അസ്തമിച്ചു. അദ്ദേഹം ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിലയില്ലാ കയറ്റിൽ കൈയും കാലും വിട്ട് അടിക്കുകയാണ്. UDF ഒരു കാരണവശാലും കൈ കൊടുക്കുകയില്ല. LDF നേരത്തെ എഴുതി തള്ളി. അതുകൊണ്ട് PV അൻവറിന്റെ ഈ രാഷ്ട്രീയ അഭ്യാസങ്ങളൊക്കെ വെറും നനഞ്ഞ പടക്കമായി മാത്രമേ വരികയുള്ളൂ. അദ്ദേഹം പറഞ്ഞത് MR അജിത് കുമാറിനെ ഞാൻ ഒരു നിമിഷം പോലും കസേരയിൽ ഇരിക്കില്ല. അദ്ദേഹം DGP ആയി കഴിഞ്ഞിരിക്കുന്നു.
ഈ തരത്തിൽ ചില വാചകധോരണി മാത്രമേ വാക്ധോരണി കൊണ്ട് ജീവിക്കാൻ സാധ്യമല്ല. ഈ പൊളിറ്റിക്കൽ ഓണസ്റ്റി എന്ന് പറയുന്നത്, പൊളിറ്റിക്കൽ മൊറാലിറ്റി എന്ന് പറയുന്നത് PV അൻവറിനെ തൊട്ട് തേച്ചിട്ടില്ല. അതുകൊണ്ട് PV അൻവറിനെ ഭയക്കേണ്ട യാതൊരു കാര്യവും ഇനി ഒരു മുന്നണിക്കുമില്ല. ഇയാളുടെ ഒരു മുന്നണിക്കും വിശ്വസിക്കാനൊക്കത്തില്ല. അതല്ലേ ഞാൻ പറഞ്ഞ പൊളിറ്റിക്കൽ ഓണസ്റ്റി ആൻഡ് പൊളിറ്റിക്കൽ മൊറാലിറ്റി, രാഷ്ട്രീയ ധാർമ്മികത, രാഷ്ട്രീയ സത്യസന്ധത, ഇത് രണ്ടുമില്ലാതെ ആളുകളെ വിഡ്ഢികളാക്കി ഒരുപാട് കാലം പൊതുരംഗത്ത് പ്രവർത്തിക്കാൻ സുനിലിനോ എനിക്കോ സാധ്യമല്ല. എവിടെ ചെന്നാലും പ്രശ്നം ഉണ്ടാക്കുന്ന ഒരാളിനെ നമ്മൾ പറയാറുണ്ടല്ലോ, വേലിയിലിരിക്കുന്ന പാമ്പിനെ എടുത്ത് എന്തിനു മടിയിൽ വെക്കണം. ഇപ്പോൾ PV അൻവറിന് കേരള രാഷ്ട്രീയത്തിൽ എത്ര സ്വാധീനമുണ്ടെന്നുള്ളത് രണ്ട് മുന്നണിക്കും അറിയാം. അദ്ദേഹത്തിന് ആകെയുള്ള ഒരു തട്ടകം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ നിലമ്പൂരാണ്. അപ്പോൾ അവിടെയും അദ്ദേഹത്തിന്റെ ഈ ഉള്ള രാഷ്ട്രീയ ഭാവി വളരെ അന്ധകാരത്തിലാണ്, ഇരുട്ടിലാണെന്നുള്ള കാര്യം ജനം ഇപ്പോൾ തന്നെ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞു. അങ്ങനെയുള്ള ഒരാളിനെ എന്തിനു ചുമക്കണം? ഇവിടെ ഇപ്പോൾ UDF-നെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ച് സ്ഥാനാർത്ഥികളാകാനുള്ള ഒരു വലിയ നീണ്ട പട്ടികയുണ്ട്. 50 സീറ്റ് ഉണ്ടെങ്കിൽ ഏതാണ്ട് 5 ഇരട്ടി സ്ഥാനാർത്ഥികൾ രംഗത്ത് വരും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാലുണ്ട്. അതുകൊണ്ട് UDF-ന് ഇപ്പോൾ സ്ഥാനാർത്ഥി ദാരിദ്ര്യമൊന്നുമില്ല. 1. 2, ഇതുപോലെയുള്ള ആളുകളെ എടുത്ത് ചുമന്നുകൊണ്ട് നടന്നിട്ട് അകത്ത് തന്നെ പ്രശ്നം ഉണ്ടാക്കുന്ന ആളുകളെ എന്തിനെടുക്കണം? എത്രയോ യോഗ്യരായിട്ടുള്ള ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ, നന്നായി പ്രവർത്തിക്കുന്ന ആളുകൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുൻനിരയിലുണ്ട്, UDF-ലെ മറ്റു കക്ഷികളിലൊക്കെ ഉണ്ടല്ലോ. അങ്ങനെയുള്ളപ്പോൾ യാതൊരു ഭയത്തിന്റെ ആവശ്യമില്ല. ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ പ്രവാചക ശബ്ദത്തോട് ഞാൻ പറയുന്നു, PV അൻവറിനെ യാതൊരു കാരണവശാലും UDF സ്വീകരിക്കുകയില്ല. സ്വീകരിച്ചെങ്കിൽ മാത്രമല്ല ഈ പ്രതിസന്ധി ഉണ്ടാക്കുന്ന ചോദ്യത്തിന് പ്രസക്തിയുള്ളൂ. അപ്പോൾ അകത്ത് വരാതെ ഒരാളെ പ്രതിസന്ധി ഉണ്ടാക്കിയാൽ ആർക്ക് ഛേദം? അതുകൊണ്ട് ഇപ്പോൾ UDF-നകത്തേക്ക് ഇങ്ങനെ ഒരാളിനെ കയറ്റിക്കൊണ്ട് വരേണ്ട അനിവാര്യതയൊന്നും UDF-നില്ല, ഒരു പാർട്ടിക്കുമില്ല. അതുകൊണ്ട് മുസ്ലിം ലീഗ് അനുകൂലിക്കില്ല എന്നുള്ള കാര്യം യാതൊരു സംശയവും വേണ്ട. അതിനകത്തെ പ്രധാന കക്ഷികളായിട്ടുള്ള കേരള കോൺഗ്രസ്, ജോസഫ് ഗ്രൂപ്പ് ഒരുപക്ഷെ മൗനം പാലിച്ചാൽ പോലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മുസ്ലിം ലീഗും യാതൊരു കാരണവശാലും ഈ PV അൻവറിനെ UDF-ൽ ചേർക്കാൻ തയ്യാറാവുകയില്ല. അതോടുകൂടി അയാളുടെ UDF പ്രവേശനം എന്ന അധ്യായം എന്നേക്കുമായി അടയുകയും ചെയ്യും. കോൺഗ്രസിനെ വഞ്ചിച്ച് ഇടതുപാളയത്തിലേക്ക് പോയ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ജനം വെറുക്കുന്ന ഈ അവസരവാദിയായ PV അൻവറിന് UDF വീണ്ടും ഒരു രാഷ്ട്രീയ അഭയം കൊടുത്താൽ പൊതുജനവികാരം എതിരാകും എന്നതിൽ യാതൊരു സംശയവുമില്ല. അത്രയ്ക്ക് ഗതികെട്ട അവസ്ഥ ഇന്ന് UDF-നുണ്ടോ? i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.